80-ാം വയസ്സിൽ 2 പുസ്തകങ്ങൾ രചിച്ച് സാഹിത്യലോകത്തിന് സമർപ്പിക്കുകയാണ് ബാബു വക്കീൽ. കുന്നംകുളം ഇന്ദിരാനഗറിൽ താമസിക്കുന്ന ചുങ്കത്ത് വീട്ടിൽ അഡ്വക്കേറ്റ് ബാബു എഴുത്തിന്റെ ലോകത്ത് പുതിയ തലമുറയ്ക്ക് കൂടി പ്രചോദനമാവുകയാണ്. ചെറുപ്പം മുതൽ വായനയും എഴുത്തും ഹൃദയത്തോട് ചേർത്ത് വളർന്ന വ്യക്തിയാണ് ബാബു വക്കീൽ. പുസ്തകങ്ങളുടെ ലോകം അദ്ദേഹത്തിന് വെറും വിനോദമല്ലായിരുന്നു, ജീവിതത്തെ മനസ്സിലാക്കാനുള്ള വഴി കൂടിയായിരുന്നു. ആ പുസ്തകപ്രേമമാണ് ഇപ്പോൾ 2 പുസ്തകങ്ങളുടെ പ്രകാശനത്തിൽ എത്തി നിൽക്കുന്നത്. മുമ്പേ കടന്നുപോകുന്നവർ ദ മങ്ക് എന്ന ഇംഗ്ലീഷ് പുസ്തകവുമാണ് പ്രകാശനം ചെയ്യുന്നത്. കോളേജ് കാലഘട്ടത്തിൽ കലാകൗമുദി, മലയാളം, പശ്ചിമ താരക തുടങ്ങി വിവിധ മാസികകളിൽ കഥകൾ എഴുതിയിരുന്നു. പിന്നീട് ജോലിയിൽ പ്രവേശിച്ചപ്പോഴും തിരക്കുകൾക്കിടയിലും വായനയും എഴുത്തും ഉപേക്ഷിക്കാതെ അദ്ദേഹം നെഞ്ചോട് ചേർത്തു. ഈ കഴിവ് തിരിച്ചറിഞ്ഞ സുഹൃത്തുക്കളും വീട്ടുകാരും നിർബന്ധിച്ചാണ് വൈകിയ വേളയിലും പുസ്തകം എഴുതാനുള്ള കാരണമെന്ന് ബാബു വക്കീൽ പറയുന്നു. 71 മുതൽ തന്നെ ഞാൻ കഥ എഴുതി തുടങ്ങി. എൻ്റെ ഇവിടെ വന്നപ്പോൾ CV ശ്രീരാമനും ഐപ്പാർമലും നിരന്തരം കഥ എഴുതിയിട്ടുണ്ട്. ഞാൻ കഥ എഴുതിയിട്ടില്ലേ, 10,000കണക്കിന് കഥ എഴുതിയിട്ടുണ്ട്. ഓരോ അന്യായങ്ങളും പത്രികകളും കഥകളാണ്. മനുഷ്യ ജീവിതത്തിന്റെ കഥകളാണ് ഞങ്ങളുടെ കോടതിയിൽ ഫയൽ ചെയ്ത ഓരോ അന്യായങ്ങളും. ചിലത് ന്യായം, ചിലത് അന്യായം, അങ്ങനെയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഒരു കഥ എഴുതിയിട്ടുണ്ട്. ഞാൻ ആദ്യം ഒരു കാലത്ത് ഞാൻ കഥ എഴുതാൻ തുടങ്ങുന്ന കാലത്ത് ഒരിക്കൽ ഈറ്റ എന്നൊരു ഡോക്യുമെന്ററിക്ക് ഞാൻ ഇംഗ്ലീഷിൽ ഇത് പോയി. മരത്തംകോട് സ്കൂൾ, കുന്നംകുളം ബോയ്സ് സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. തുടർന്ന് സെന്റ് ജോസഫ് കോളേജ്, സെന്റ് തോമസ് കോളേജ് എന്നിവിടങ്ങളിലെ പഠനത്തിന് ശേഷം എറണാകുളം ഗവൺമെന്റ് മഹാരാജാസ് ലോ കോളേജിൽ നിന്നാണ് അഡ്വക്കേറ്റ് ബിരുദം നേടിയത്. അതിനുശേഷം ഗോഡ്ഫ്രേ ഫിലിപ്സ് ഇന്ത്യ ലിമിറ്റഡിന്റെ ബോംബെ, ബാംഗ്ലൂരു, മദ്രാസ്, മധുരൈ, തിരുച്ചി, തിരുനെൽവേലി, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു. നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം 1971 നിയമവൃത്തി ആരംഭിക്കുന്നത്. വർഷങ്ങളായുള്ള അഭിഭാഷക ജീവിതത്തിലൂടെ സമൂഹത്തിന്റെ വിവിധ തലങ്ങളെയും മനുഷ്യമനസ്സിന്റെ നാനാത്വങ്ങളെയും അടുത്തറിയാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആ അനുഭവങ്ങളും യാത്രയിലുടനീളമുള്ള നിരീക്ഷണങ്ങളുമാണ് പുസ്തകങ്ങളിലേക്കുള്ള വഴി തുറന്നത്. ഇന്നും വക്കീൽ പണി ആത്മാർത്ഥമായി തുടരുന്ന അദ്ദേഹം പ്രായം ഒരു സംഖ്യ മാത്രമാണെന്ന് തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ച വ്യക്തിയാണ്. 80-ാം വയസ്സിലും സൃഷ്ടിപരമായ ചിന്തയും എഴുത്തിന്റെ ഉന്മേഷവും കൈവിടാതെ നിലകൊള്ളുന്ന ബാബു വക്കീലിന്റെ പുസ്തകങ്ങൾ സാഹിത്യലോകത്തിന് അഭിമാന നിമിഷമാണ്. വായനയോടുള്ള പ്രണയവും എഴുത്തിനോടുള്ള സമർപ്പണവും പുസ്തകമായി പുറത്തിറങ്ങുമ്പോൾ 4 വർഷം മുമ്പ് മരിച്ചുപോയ തന്റെ പ്രിയതമ വത്സ ജോർജിനുള്ള സമർപ്പണം കൂടിയാണ് ഈ പുസ്തകം. മക്കളായ ഗ്രിഗറിയും സുബിനും പിതാവിന്റെ എഴുത്തുവഴികൾക്ക് കൂട്ടാണ്. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് CV സ്മാരക ഹാളിൽ നടക്കുന്ന ചടങ്ങ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്യും. VK ശ്രീരാമൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മുമ്പേ കടന്നുപോകുന്നവർ എന്ന പുസ്തകം റഫീഖ് അഹമ്മദ് ഫാദർ ബെഞ്ചമിൻ OICക്ക് നൽകിയും ദ മങ്ക് എന്ന പുസ്തകം ഡോക്ടർ ഹരികൃഷ്ണൻ TD രാമകൃഷ്ണന് നൽകിയും പ്രകാശനം നിർവഹിക്കും.